രേണു സുധിയെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. ആക്ച്വലി കുറച്ചൊന്ന് ആക്റ്റീവായി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, പ്ലീസ് വോട്ടിങ് ഒരു ഇതിൽ വരെയുള്ളൂ, നോമിനേഷനിലേക്ക് അവർ വന്നിട്ടുണ്ട്, എവിക്ഷനിലേക്ക് അവർ വന്നിട്ടുണ്ട്, അവരെ പുറത്താക്കൂ പ്ലീസ്, സേവ് ചെയ്തിട്ട്. ഇറ്റ്സ് സോ അനോയിങ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ബിഗ് ബോസിനോട് ഒരു റിക്വസ്റ്റ് ആണ്, ഇതിനെയൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത് ദയവ് ചെയ്തിട്ട്. ഒരു പ്രയോജനമില്ലാത്ത ഒരു കൂതറ അതിനകത്ത് കൊണ്ടുവച്ചിരുന്നിരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇന്നലെ ഫിറോസിന്റെ പിന്നെ ഒരു പോസ്റ്റ് കാണാനിടയിൽ സാരാംശം വായിക്കാം. ഈ സ്ത്രീയെ ഞാൻ എന്ത് ചെയ്യണം? ഈ സ്ത്രീ എൻ്റെ ഫോണിൽ വിളിച്ച് 11 മിനിറ്റ് തെറി പറഞ്ഞതുണ്ട്. ഒരാൾക്ക് ഇനി ജീവിതത്തിൽ ഒരു സഹായവും ചെയ്യാൻ പാടില്ല എന്ന ഗുണപാഠം ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നതിന് ഈ വ്യക്തിയോട് പോലും കടപ്പാടുണ്ട്. ഇവരുടെ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇവരുടെ അഡ്രസ്സ് ഒന്ന് പേഴ്സണലായി ആരെങ്കിലും ഒന്ന് ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മൊബൈൽ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവളുടെ കമൻറ്റ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനതിവിടെ ചേർത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈവിൽ പോയി കണ്ടാൽ മതിയാവും. ചെറിയ രീതിയിൽ ഒന്ന് വായിക്കാം. ഇപ്പോഴും കള്ളത്തരത്തിലാണ് KHDEC സുധി ഹൗസിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വോയിസ് ക്ലിപ്പ് റെക്കോർഡുകൾ വിട്ടാലും തന്തയ്ക്ക് ജനിക്കാത്തവനെ നിന്നെ അങ്ങനെ വിളിക്കൂ. നീ അങ്ങ് കായംകുളത്ത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചില്ലേ? പോലീസിന്റെ കയ്യിൽ നിന്ന് നീ തഴുകി പോയില്ലേ? നിന്റെ തട്ടതായ ശിക്ഷ കിട്ടിയിട്ട് ആലപ്പുഴയിൽ ഒരെണ്ണം മനാഫ് ടിയുടെ കൂടെ അന്ന് നീ സംസാരിച്ച ഫ്ലവേഴ്സ് ചാനലുകാരെ സാധാ ന്യൂസ് ചാനലുകാരുടെ മുന്നിൽ പബ്ലിസിറ്റി കിട്ടും. രേണുവിന് വീട് വെച്ച് ചാവി കൈമാറുമ്പോൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. സുപ്രീം കോടതി 2 കേസ് ഭാര്യയും നിന്നെയും ശിക്ഷിക്കും, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുമുണ്ട്. നിന്നെ ഞാൻ കൊടുക്കും. നീ ഗാന്ധിജിയെ ചീത്ത വിളിച്ചുകൊണ്ട് നിന്നെ കൊടുക്കുന്നു. എടാ ചൊറിയും പുഴുവേ, കുഷ്ഠരോഗി, നിന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ആൾക്കാർ, ഇങ്ങനെ തുടങ്ങി അവിടെ പച്ചത്തെറി അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. ഷീബ എന്നാണ് പേര്. അപ്പോൾ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, പകരം ബാക്കി അതിൻ്റെ ഒരു പോസ്റ്റിലൊരു സാരാംശം ഞാൻ ഇവിടെ വെക്കുന്നു. ഈ വിഷയത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ഭയങ്കര തെറിവിളിയാണ് കേട്ടോ. ഇവരുടെ ആൾക്കാർ വന്നിട്ട് ഭയങ്കര മോശം പറയുന്നതാണ്. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ നിമിഷ കൊച്ച്, അവളും ഇതുപോലെ നിമിഷ ബിജുവിനെയും പച്ചത്തെറി വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത തെറി ആ പെണ്ണിനെ വിളിക്കുന്നുണ്ട്. രേണു സുധി ഫാൻസ് അസോസിയേഷൻസ് എവിടെ പറ? രേണു സുധിയുടെ പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? പുതിയ ന്യൂസ് കണ്ടായിരുന്നോ? ഹനാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ? സുധി ചേട്ടൻ മരിച്ച 1 മാസത്തിനകം രേണു സുധി പ്രഗ്നന്റ് ആയി, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അബോട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ പുതിയ ന്യൂസ്? എവിടെയാണ് ഈ ഫാൻസ് അസോസിയേഷൻസ്? എല്ലാവരും വന്നേടി. ശരിയാണോ ഇതൊക്കെ? ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം, ഹനാൻ എൻ്റെ ഫ്രണ്ടാണ്, കുറേ വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പക്ഷെ ഹനാനല്ലാട്ടോ എന്നോട് പറഞ്ഞു. പോയി ആ വീഡിയോ ഇറക്കിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണോ അല്ലേ? അത് നമുക്ക് ശരിയല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഹനാനെ ഇവിടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഈ കേസിട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം. ഇതൊന്നും എവിടെയും പറയാൻ പോയിട്ടില്ല. നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ചോർന്ന് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നാട് മൊത്തം അറിഞ്ഞ് റിയാക്ഷൻ വീഡിയോ കറക്ക് കൊണ്ടാടാനുള്ള മുതലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയല്ല, അയ്യറ് നിറച്ച് കിട്ടിയല്ല. ലോകത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണ് വിധവയായതാ, വേറെ ആരും വിധവയായിട്ടില്ല. ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞ നീ ആരടി ചോദിക്കേ? നീ എന്നെ ഉണ്ടാക്കാൻ പറ്റി, നീയൊക്കെ വന്ന് ഉണ്ടാക്കി, നീയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി വിളമ്പാൻ പോവുക. അടുത്തൊരു ഇന്റർവ്യൂവിന് വേണം അത് കൊടുക്കാനായിട്ട്. നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക്, കയറി വാ. PR എല്ലാം കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോവുക. അപ്പോൾ അവരെ കൊണ്ടും വായി തുറപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കുറേ നാളായിട്ട് ഞാൻ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഞാനിത് പബ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ അതിൻ്റെ താഴെ ഒന്ന് വയ്ക്കുന്നു. ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇത്ര കാലമല്ലേ ആയുള്ളൂ, നിങ്ങളിൽ ഇത് കിട്ടിയൊന്നു? ബിഗ് ബോസിൽ പോകുന്ന അവൾ എത്ര കാലം കൊണ്ടേ പറയുന്നു? മുൻപേനെ പറയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന്. പിന്നെന്താ പ്രശ്നം? അപ്പം അത്രത്തോളം കാലമായിട്ട് ഈ സംസാരം നടക്കുന്നുണ്ട്. ആ വിഷയമുണ്ട്, അതിനകത്ത് ആ ഒരു പോയിന്റേ കിട്ടിയുള്ളൂ. ഇത് പറഞ്ഞ ആളുടെ അടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കും. അവരെ ചുറ്റുമുള്ളവരെ എല്ലാവരും തന്നെ പറയുന്ന ഒരേ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നോക്കുന്നത്? ഇത് ഈ PR-ന്റെ കളി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ട് രേണുവിനെ പറയുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വിഷയം വരാം. ഇന്നത്തെ ടാസ്ക് ഇന്നെന്താണ്? ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ പറയുമ്പോൾ അതിൻ്റെ വ്യക്തികളെ പറയുക. എന്തിനാണ് ആ വ്യക്തികളെ പറയേണ്ടത്? എന്തുകൊണ്ട് അവരെ നമ്മൾ പറയുന്നു? അനുമോള് അവള് ആഹാരം കൊടുത്തില്ല, അക്കാര്യം പറ. അതല്ലേ എൻ്റെ ശരിയായ രീതി. അത് പറയുന്നതിന് പകരം അവിടെ പറയുന്നുണ്ട്, ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞാൻ ഒരേ ഒരു വ്യക്തി പറഞ്ഞാലേ കേൾക്കൂ. ആ വ്യക്തി എൻ്റെ സുധിച്ചേട്ടനാണ്. എൻ്റെ വീട്ടിൽ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, അതിലുള്ള വ്യക്തി പറയുന്നതല്ല ഞാൻ മാറ്റാര് പറയണത് നിങ്ങൾക്ക് കേൾക്കില്ല. എനിക്ക് ഒരു പക്ഷവുമില്ല. ഞാൻ അവരോട് സംസാരിക്കും, ഞാൻ ഇവരോട് സംസാരിക്കും എന്ന് തുടങ്ങി ഒരു 2 മിനിറ്റ് പുള്ളിക്കാരത്തി സ്വന്തം കാര്യം അങ്ങ് പറയുക. അവിടെയും കുത്തി തിരികാണ് സുധിയെ.
അങ്ങനെ കുത്തിത്തിരികുമ്പോ ഈ വൾഗറിസം കേൾക്കുന്നവർക്ക് തിരിച്ചു പറയാൻ തോന്നും. അത് സ്വാഭാവികമാണ്. അതറിയത്തില്ലേ? 24 മണിക്കൂർ സുധിയുടെ പേര് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് വീട് വെച്ച് സർവ്വതും ഉണ്ടാക്കി എടുത്തിട്ട് ആ കൊടുത്തവരെല്ലാം തെറി വിളിക്കുമ്പോൾ അവർക്ക് തിരിച്ച് മറുപടി പറയാൻ നാക്കുണ്ടാവും. അവരെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നത് ആരാണ്? സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്തിന് പുറത്തു വന്നു? ആ സ്ത്രീ ഒളിച്ച് മാറി നിന്നതല്ലേ? എന്തുകൊണ്ട് അവര് പുറത്തു വന്നു അറിയോ? 2 വർഷം മുമ്പ് അവർ ആദ്യം അപ്രോച്ച് ചെയ്തത് എന്നെയാണ്. പുറത്തു പറയരുതേ, നീ നാറും, വേണ്ട, നിന്റെ ജോലി നോക്ക്, വിട്ടുകള എന്ന് ഞാൻ ആ സ്ത്രീയോട് ഞാനാ പറഞ്ഞത്. അവരോട് ചോദിച്ചു നോക്കൂ, ഞാനാണ് അവരോട് പറഞ്ഞത് മിണ്ടണ്ട, ഈ വിഷയം പുറത്തു വിടണ്ട. എന്നോടാണ് ആദ്യം അവര് ബന്ധപ്പെട്ടത്. ബാക്കിയുള്ളവരുടെ അടുത്ത് എത്തിയപ്പോൾ അവര് പുറത്തേക്ക് ഇട്ടു. എന്റെ അടുത്ത് 2 വർഷം മുമ്പേ എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു അവർക്ക് കിട്ടുന്നത് കിട്ടിക്കൊണ്ട് പോട്ടെ, ഒരു വീടല്ലേ പോട്ടെ. പിന്നെ എപ്പോ ഇത് പുറത്തേക്ക് വന്നോട്ടേ അങ്ങ് വിട്ടു. കാരണം അത് കൊടുത്ത കൈക്ക് കടിച്ചത് കൊണ്ടാ. എല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട് പിന്നെ കൊണാന്നല്ലേ പറയുന്നത്. അപ്പുറത്ത് നിൽക്കും ഇപ്പുറത്ത് നിൽക്കും, അതൊക്കെ അവളുടെ കളികളുടെ ഇതായിരിക്കാം. അതൊന്നും സാരമില്ല. അവിടെയും സുധിയെ കൊണ്ട് കയറ്റണ എന്തിനാ? സുധിച്ചേട്ടാ ഞാൻ എത്തി. പിന്നെ സുധിച്ചേട്ടനല്ലേ ബിഗ് ബോസ് അവിടെ കൊണ്ടാക്കി കൊടുത്തത് അവളെ. ഒരിപ്പം മനസാക്ഷി ഉണ്ടെങ്കിൽ അവൾ ഈ വൃത്തിയോട് പറയുന്നു. അവനെ വെച്ചോണ്ടേ പോയിട്ടുണ്ട്, ഇല്ലാതെയും പോയിട്ടുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. ആ നാട്ടിലൊന്ന് ഇറങ്ങി അന്വേഷിച്ചു നോക്ക് PR-കള്. ആ നാട്ടിലേക്കൊന്ന് പോകൂ. വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പിൻവാങ്ങി നിൽക്കുന്നതല്ലേ? അത്രത്തോളം മോശമായ പരാമർശങ്ങൾ അവിടെ നിന്നുണ്ട്. അവളുടെ അവൾ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ സ്കിപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഒരു ദിവസം പിടിച്ചവളെ മാറ്റി നിർത്തി. അന്നത്തെ റേറ്റിംഗ് എടുത്ത് നോക്ക്. രേണു ഇല്ലാത്ത ഒരു ദിവസത്തെ ചാനലിന്റെ റേറ്റിംഗ് എടുത്ത് നോക്ക്. അതിനകത്ത് മനസ്സിലാകും എന്താണ് ആ സ്ത്രീ ആളുകൾ വെറുക്കുന്നതിന്റെ കാരണമെന്ന്. ഈ സ്ത്രീ ഒരു കൊനഷ്ട പിടിച്ച സാധനമാണ്. അവക്ക് കുറെ PR ആക്കി വെച്ചിട്ട് പിന്നെ ഒരു ഇതും ഇല്ലാത്ത 3rd ക്ലാസ് ആൾക്കാർ. ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് അവര് ബാക്കിയുള്ളവർ അഡ്രസ് ചെയ്യുന്നത്. അയാൾക്ക് കേസുണ്ട്, അയാൾ പീഡിപ്പിക്കപ്പെട്ടെന്ന്, അയാൾക്ക് അത് ഇത്. ആ മനുഷ്യൻ മെനക്കെട്ടിട്ടില്ല അത്രയും പേരെ ചേർത്ത് പിടിച്ചിട്ട് ആ വീട് വെച്ച് കൊടുത്തത്. ശരി, അയാളുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ഹൈപ്പ് കിട്ടണമെന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്തു കൊടുത്തില്ലേ? അത് ചെയ്തു കൊടുക്കുമ്പം തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യൂ? അതങ്ങനെ ഉണ്ടാവും. ഇനി അയാൾ ചാരിറ്റി ആണെന്ന് തന്നെ വെക്കുക. അയാൾ ചുമ്മാ അങ്ങ് ചെയ്യും. അപ്പൊ ഞാൻ ഇരിക്കുന്നത് എന്റെ കയ്യിലുണ്ടെങ്കിലേ എനിക്ക് കൊടുക്കാൻ പറ്റും. 10 പേരെടുത്ത് പറഞ്ഞെടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ ആ എഫർട്ട് ഓർത്തോണം. എന്നിലെ വിശ്വാസം കൂടെയാണ് ആളുകൾ അതിനകത്തേക്ക് പൈസ ഇടുന്നത്. ഫിറോസ് എന്ന വ്യക്തിയിൽ വിശ്വസിച്ച് ഫിറോസ് എന്ന വ്യക്തി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അതിനൊക്കെ പൈസ ഇട്ട് കൊടുത്തിരിക്കുന്ന ആളുകൾ. ഇതൊക്കെ പെട്ട താജിക്ക് എന്ത് ചെയ്തു? താജിക്ക എന്തിനീ ഈ പോക്കത്തരം പറഞ്ഞു? അയാൾ എന്ത് ചെയ്തു? അയാൾ അവർക്ക് സപ്പോർട്ടീവായി നിന്നുള്ളൂ. അയാളുടെ കുഞ്ഞിനെ പോലും അവഹേളിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു പച്ചപ്പൊക്കത്തരം പറയിച്ച വൃത്തികെട്ട സ്ത്രീയാണത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു? അപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവരൊക്കെ കുഴപ്പക്കാര്. അവള് മാത്രം ഒരു മൃണാളിനി. ബിഗ് ബോസ് പറഞ്ഞത് ടാസ്ക് ജയിലിലേക്കുള്ളവരെ നോമിനേറ്റ് ചെയ്യാനാണ്. അവിടെ നോമിനേഷൻ ഒന്ന് നടത്തി വെച്ചാൽ മതി. അവിടെ നിന്ന് കൊണ പറയേണ്ട കാര്യമൊന്നുമില്ല. ആ കൊണ പറഞ്ഞതിന് അടിയാ പറ്റിക്കേണ്ടത് വാസ്തവത്തിൽ. അപ്പൊ ഈ വിഷയത്തില് രേണുവിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ കമന്റിന്റെ താഴെ വന്ന പച്ചതെറി ഞാനും വിളിക്കും. ഒരു മാർഗവും ഇല്ല. ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. അവൾ ചെയ്ത ചെയ്ത്തുകളാ പറയുന്നത്. ഞാൻ ഒരാളെ മാത്രമേ അംഗീകരിക്കൂ. എന്റെ അച്ഛൻ പറഞ്ഞാൽ പോലും നിന്റെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല്ലേ നമ്മളാണ് അറിയേണ്ടത്. ജയിൽ നോമിനേഷൻ ആളെ പറയാൻ പറഞ്ഞാൽ അത് പറയടി. അവിടെ നിന്റെ അച്ഛൻ പറഞ്ഞാലും ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്നത് നിന്റെ അച്ഛനാണ്. അപ്പം ബിഗ് ബോസ് അച്ഛൻ പറഞ്ഞാൽ പോലും ഞാൻ കേൾക്കത്തില്ല, എൻ്റെ അടുത്ത് മറ്റൊരാൾ പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ. ഇത് നാണമില്ലാത്തൊരു സാധനം. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. താങ്ക് യു.